ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്ളോഗാണോ എന്ന് ചോദിച്ചാൽ അല്ല. അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ എന്നിട്ടപ്പോൾ തൊട്ട് ഇവിടെ വെള്ളമില്ല, ഒന്നിനും വെള്ളമില്ല. സാധാരണ സർവീസ് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന ടാങ്കിലെ വെള്ളം തീർന്നാൽ അതിൽ നിന്ന് വെള്ളം വരും. ഇന്ന് അതിലും വെള്ളമില്ല. എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് എനിക്കറിയാൻ മേല. ആകെ അമ്മ കുറച്ച് വെള്ളം എടുത്ത് ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ വെള്ളമായിട്ട്. വേറെ എന്ത് ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. കൈ കഴുകാനോ ഫേസ് കഴുകാനോ അല്ലെങ്കിൽ അങ്ങനെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും വെള്ളമില്ല. അപ്പോൾ ഒരു വെള്ളമില്ലാത്ത ദിവസത്തെ സംഭവങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഇത് എല്ലായിടത്തും നടക്കുന്നൊരു കാര്യമല്ല. കാരണം ഇതുപോലെ ഇങ്ങനത്തെ വെള്ളം യൂസ് ചെയ്യുന്ന മീൻസ് നമ്മൾ വാട്ടർ ബോട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ വെള്ളം വന്ന് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്കിത് കാണുമ്പോൾ ഇതെന്തത് എന്ന് വിചാരിക്കും. ബിക്കോസ് ഒരു കിണറൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെ ആവുമെന്ന്. രാവിലെ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ പോലും വെള്ളമില്ലായിരുന്നു. ഒന്നാമത് കഴിഞ്ഞ വീഡിയോ കൂടെ നിങ്ങൾക്കറിയാം, എനിക്കാണെങ്കിൽ വെള്ളം എനിക്ക് രാവിലെ കുളിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കറിയാൻ മേലെ എന്തോ ചെയ്യുമെന്ന്. ഒരു വലിയ ബക്കറ്റ് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അതിനി അടുക്കളയിലെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നല്ലാതെ വേറെ ഒരു സാധനത്തിനും വെള്ളമില്ല. ഇന്ന് പിന്നെ വെള്ളം വരുമെന്ന് എനിക്കറിയില്ല. നാളെ ഇതൊക്കെ തന്നെ അവസ്ഥയെങ്കിൽ വേറെ കിണറോ ഒന്നുമില്ല ഈ വെള്ളം എടുത്തിട്ട് വരാനോ ഒന്നും. എന്താണെന്ന് നോക്കാം. അതിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എന്തോരം വെള്ളം ഉണ്ടെന്നറിയോ കൈ കഴുകാൻ. ഇത് മഴ പെയ്ത വെള്ളമാണ്. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. അവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു ബക്കറ്റ് വെച്ചേക്കാം. മഴ പെയ്യുവാണെങ്കിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. മഴ പെയ്യുമായിരിക്കും. ഭയങ്കര കോളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. മഴ പെയ്യുവാണെങ്കിൽ കുറച്ച് വെള്ളം കിട്ടും. എനിക്ക് അറിഞ്ഞുകൂടട്ടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും. ടാങ്കിലും വെള്ളമില്ല, പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമില്ല. മഴ പെയ്യുമായിരിക്കണം. ഇവിടെ ഉച്ചയ്ക്ക് എരിവുള്ള മീൻകറി. അപ്പം ഞാൻ വിചാരിച്ചു അവൽ വെക്കാം. എനിക്ക് എരിവെള്ളം തിന്നാൻ പറ്റും. ഉച്ചയാണ്, നല്ല ഓപ്ഷൻ അല്ല. എന്നാലും എന്നും ചോറല്ല തിന്നുന്നത്. അവൽ വെള്ളം പുറകിലത്തെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ നൂല് പോലെ വരുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് തേങ്ങ. അപ്പോൾ ഇത് പൊടിക്കാം. ഇത് പൊട്ടിക്കണം. പൊട്ടുമെന്ന് എനിക്കറിയില്ല. പൊട്ടേണ്ടതാണ്. തേങ്ങാവെള്ളം വേണമല്ലോ. തീർന്നു. കറക്റ്റായിട്ടൊന്നും പൊട്ടത്തില്ല, പക്ഷെ വലുതിവിടെ വെക്കാം. യൂണിവേഴ്സൽ തിങ്. പാത്രമൊക്കെ കഴുകിയെടുക്കണം, എന്നിട്ട് വെള്ളമില്ല. കുറച്ച് വെള്ളം പിടിച്ചതിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പാത്രം കഴുകി. നമുക്ക് ഞാൻ തേങ്ങ ചിരണ്ടാം. ശർക്കര, എനിക്ക് എരിവ് തിന്നാനായിട്ടൊരു എന്തോ ഒന്നാമതേ വെള്ളമില്ല. എരിവ് തിന്നാനായിട്ടൊരു മടി. കുറച്ച് ശർക്കര അവലിടാം.
അതിൽ പിന്നെ ഇനിയും പ്രത്യേകിച്ചൊന്നും കാണാനില്ല, എല്ലാവരും കഴിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഒന്നും കാണിക്കുന്നില്ല. ഇതിനിപ്പോൾ നേരെ അങ്ങോട്ട് കഴിക്കുക. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമഡിയല്ല, ട്രാജഡിയാണ്. എന്ത് കാര്യം ചെയ്താലും കൈയിടാൻ പോലും വെള്ളമില്ല. അപ്പോൾ നമ്മൾ അവൽ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അവൽ ഗൈസ്, ഇതാണ് അവൽ. കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇതൊന്ന് നോയിസ് ക്യാൻസലേഷൻ ഗൈസ്. അപ്പം ഞാൻ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കും, ഇനി മരുന്ന് കുടിക്കും. ഒരു ഡെയിലി വലിയ മാറ്റമൊന്നുമില്ല. മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം വെള്ളം വേണമല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. ഇന്ന് ഞാനിങ്ങനെ അച്ഛനും അമ്മയോട് ഇരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, വെള്ളമില്ലല്ലോ എന്ത് ചെയ്യും എന്ന്. അച്ഛൻ പറയാം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അന്നൊരു ദിവസം ഗ്യാസ് ഇല്ലാതെ സിലിണ്ടർ കിട്ടിയില്ല. അപ്പോഴും അറിഞ്ഞിരിക്കണം ഇതൊക്കെ, നിങ്ങളൊക്കെ ഇത് അറിയണം. പക്ഷേ കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോയി കഴിയുമ്പം ഇവർക്കാർക്കും അറിയാത്ത ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴേ, ഞങ്ങളുടെ കോൺവെൻറ്റ് ഹോസ്റ്റലായിരുന്നു. അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വീഡിയോസൊക്കെ ചെയ്ത് മറ്റേ ഹോസ്റ്റല്. കോൺവെൻറ്റിലെ നഴ്സുമാർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലും അവർ അമ്മാതിരിയായിരുന്നു നമ്മളെ കണ്ടുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഒരു റൂമിൽ 10-21 പേരുണ്ട്. അത്രയും കണ്ടുണ്ടായിരുന്നു, സീനിയേഴ്സും എല്ലാവരും കൂടെ ഒരു റൂമിൽ. ആ റൂം ഭയങ്കര അത്യാവശ്യം വലുതാണ്. ഡോർമെറ്ററി ഇങ്ങനെ നിരത്തിയിട്ടിട്ട് അടുക്കി ഇട്ടേക്കുന്നു. ഒരു ദിവസം ഇതുപോലെ രാവിലെ എഴുന്നേറ്റപ്പം അവർ പറയുന്നു, വെള്ളമില്ല എന്ന് പറഞ്ഞു. വെള്ളമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളമില്ല മീൻസ് ഞങ്ങളുടെ പൈപ്പിലൊക്കെ വരുന്ന വെള്ളത്തിൻ്റെ സ്വിച്ച് മോട്ടർ, അത് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൻ്റെ ഉള്ളിലാണ്. ഇവർ അതും പൂട്ടി രാവിലെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പം വെള്ളം തീർന്നിട്ട്, ടാങ്കിലെ വെള്ളം തീർന്നിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുക. കാരണം ഈ സിസ്റ്റേഴ്സിനെ ഒന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല, ടൈം എടുക്കുമെന്ന് തോന്നുന്നു അവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ബസ് ഇടുക്കിയാണല്ലോ, അപ്പോൾ കുറച്ച് ഇറങ്ങിയിട്ട് മെയിൻ റോഡിലേക്ക് കയറിയാൽ ഒരു 8:30 ആകുമ്പോൾ ബസ് വരും. അപ്പോൾ ഇങ്ങനെ നിൽക്കും, എന്ത് ചെയ്യുമെന്നറിയാതെ. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ കപ്പിയെടുത്തു, മീൻസ് കോരുന്ന സാധനം ഉണ്ടല്ലോ, അതെടുത്തിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒരു മഗ്ഗ് വെള്ളത്തിൽ മുഖവും കഴുകി കയ്യും കാലും ഒക്കെ കഴുകി. ഒരു മഗ്ഗ് വെള്ളമാണ്, ഒരു ബക്കറ്റ് വെള്ളമാണ്. അത്രയൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. കുറേശ്ശെ എന്തൊക്കെയോ കാണിച്ച് ഞങ്ങൾ കോളേജിൽ പോയി. നമ്മളോടാണ് ഇഷ്ടം. അതുപോലെ എന്തോരം പ്രാവശ്യം വെള്ളം തീർന്നിട്ട് പടിപാളിയേക്കുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് വേസ്റ്റ് ആയതുകൊണ്ടേ ഉള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണം, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുറകിലത്തെ പൈപ്പിൽ നിന്ന് നൂല് പോലെ വരുന്നുണ്ട്. പക്ഷെ ഞാനിത് എന്താ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. കിണർ ഉള്ളവർ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ. പുഴയും ആറും ഒക്കെ ഉള്ളവരും അങ്ങനെ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് അവൽ മതിയെന്ന്. പിന്നെ എനിക്ക് വിശന്ന് വയറ്റിൽ കിടന്ന് കത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ പോയി ചോറ് കഴിച്ചു. പ്രതീക്ഷകളൊക്കെ തെറ്റി കഴിച്ച് ഇവിടെ വൈകിട്ടും വെള്ളം വന്നില്ല. അപ്പോൾ വല്ലതും കഴിക്കണമെങ്കിൽ പാത്രം കഴുകണമല്ലോ. അപ്പോൾ ബേസിൻ്റെ അടുത്ത് വെച്ചിരുന്ന കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ പാത്രം കഴുകി, പിന്നെ ഫുഡ് കഴിച്ചു, പിന്നെ പോയി കിടന്ന് ഉറങ്ങി. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്നും വെള്ളം വന്നിട്ടില്ല.